നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ കനത്ത ആക്രമണം തുടരുകയാണ് അമേരിക്ക. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആക്രമണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വെടിനിർത്തലിന് ശേഷം അങ്ങനെ ഇത്ര വ്യാപകമായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ചില ആക്രമണങ്ങൾ നടന്നു എന്നതല്ലാതെ അമേരിക്ക ഇത്തരത്തിൽ ഇറാനെ ഈ വെടിനിർത്തലിന് ശേഷം ആക്രമിച്ചിട്ടില്ല. മാത്രമല്ല, ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പിട്ട് നിലവിൽ വന്നതാണ്. ഈ സമാധാന ഉടമ്പടി അനുസരിച്ചിട്ടുള്ള ചർച്ചകൾ ഈ സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കനത്ത ആക്രമണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനുമായി ചർച്ച നടത്തിയാൽ സമയം പാഴാക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. സത്യത്തിൽ അമേരിക്കയെ പ്രകോപിപ്പിച്ചത് ഹോർമൂസ് കടലിടുക്കിലൂടെ പോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണമാണ്. അത് തങ്ങൾ നടത്തിയ ആക്രമണമാണ് എന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാൻ തന്നെയാണ് ആക്രമിച്ചത് എന്ന് തീർച്ചയായും അമേരിക്കയ്ക്ക് കൃത്യമായ വിവരങ്ങളുണ്ട്. IRGC അവിടെ റോന്ത് ചുറ്റുകയാണ്. ഈ കപ്പലുകൾ ഏതുവഴിയാണ് പോയത്? ഹോർമൂസ് കടലിടുക്കിലൂടെ പരമ്പരാഗതമായ ഒരു കപ്പൽ പാതയുണ്ട്. ആ പാതയാണ് ഇപ്പോൾ ഇറാൻ നിയന്ത്രണത്തിൽ വച്ചിരിക്കുന്നത്. എന്നാൽ ഈ പാതയല്ലാതെ ഒമാൻ തീരത്തുകൂടി മറ്റൊരു പാത അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. ആ പാതയിലൂടെ കപ്പലുകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ കപ്പലുകളെയാണ് IRGC ആക്രമിച്ചിരിക്കുന്നത്. ഇതാണ് അമേരിക്കയുടെ കട്ടക്കലിപ്പിന് കാരണം. അമേരിക്ക പിന്നീട് ഒന്നും നോക്കിയില്ല. സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതോ അതൊന്നും നോക്കിയില്ല. ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. മാത്രമല്ല, ഇറാനിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നുണ്ട്. അയത്തുള്ള ഖമേനിയുടെ ഖബറടക്കം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അയത്തുള്ള ഖമേനി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇന്നുവരെയും സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടില്ല. സംസ്കാര ചടങ്ങുകൾ ഇറാൻ മാറ്റിവെക്കുകയായിരുന്നു. അതായത് ഇറാൻ യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാകട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി സംസ്കാര ചടങ്ങ് നടത്താൻ ഇറാൻ തീരുമാനിക്കുന്നു. ഈ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ 2-3 ദിവസമായി ഇറാൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയാണ്. അയത്തുള്ള ഖമേനിയുടെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദേശത്ത് എത്തിച്ചിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ അന്ത്യകർമ്മങ്ങൾ സമാപിക്കും. പക്ഷേ അതുവരെ അമേരിക്ക കാത്തു നിൽക്കുന്നില്ല. അന്ത്യകർമ്മങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അമേരിക്ക ഒരാചാരവെടി പോലെ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇറാനിൻ്റെ പല ഭാഗത്തും ശക്തമായ ആക്രമണങ്ങൾ തന്നെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിനെതിരെ ചെറിയ രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുന്നുമുണ്ട്. കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലുമെല്ലാം ഡ്രോൺ ആക്രമണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് പോവുകയാണ്. വാണിജ്യ കപ്പലുകളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സമാധാന ഉടമ്പടിയും സമാധാന ചർച്ചയും ഒക്കെ ആരംഭിച്ചത്. വാണിജ്യ കപ്പലുകൾ അതിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ. ഹോർമൂസ് കടലിടുക്ക് ആരുടേതാണെന്നും ഈ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ അവകാശമുണ്ടോ എന്നുമൊക്കെ നമുക്ക് പിന്നീട് ഇരുന്ന് ചർച്ച ചെയ്യാം. ആദ്യം സമാധാന കരാറിൽ ഒപ്പിടാം. ഈ പറയുന്ന വെടിനിർത്തൽ ഒരു താൽക്കാലിക യുദ്ധവിരാമം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് സമാധാന കരാറിലേക്ക് അമേരിക്കയും ഇറാനും പോയത്. പക്ഷേ ആ സമാധാന കരാർ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അത് റദ്ദാക്കിയെന്നാണ് അമേരിക്ക പറയുന്നത്. ഇപ്പോഴിതാ അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ സംഘർഷം ആരംഭിച്ചിരിക്കുകയുമാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം മറ്റു പല രാജ്യങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കും. കാരണം എണ്ണ പ്രതിസന്ധി, പാചകവാതക പ്രതിസന്ധി ഇതെല്ലാം പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അമേരിക്ക കനത്ത ആക്രമണം നടത്തുമ്പോഴും ഇസ്രായേലിൻ്റെ അഭാവം ശ്രദ്ധേയമാണ്. ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം ആക്രമണത്തിന് ഒത്തുചേരുന്നില്ല എന്നത് നോക്കണം. കഴിഞ്ഞ 2-3 ദിവസമായി ഇസ്രായേലും അമേരിക്കയും 2 തട്ടിൽ നിന്നുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത്. വെടിനിർത്തലും ചർച്ചകളുമൊന്നും ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു ഇസ്രായേലിൻ്റേത്. എന്നാൽ അമേരിക്കയാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് ഇറാനെ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ചർച്ച നടത്തിച്ചത്. എന്നാൽ ഇറാൻ അതിനോട് താല്പര്യമില്ലായിരുന്നു. ഇറാൻ ലെബനൻ മേഖലയിൽ കനത്ത ആക്രമണം നടത്തി. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക പറഞ്ഞു. അത് സമാധാന ഉടമ്പടിയെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നായിരുന്നു ഇസ്രായേൽ നൽകിയ മറുപടി. അമേരിക്ക പറയുന്നതൊന്നും ഇസ്രായേൽ കേൾക്കാതെ വന്നതോടുകൂടി അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഏതാണ്ട് തെറ്റി എന്ന് തന്നെ പറയണം.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ കനത്ത ആക്രമണം പുനരാരംഭിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ അതിലില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഇപ്പോൾ നേരിട്ട് പങ്കാളിയായിട്ടില്ല. നാറ്റോ സഖ്യകക്ഷികളുടെ യോഗത്തിന് ശേഷം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ തിരിച്ചെത്തും. അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്ക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ എങ്ങനെയാണ് ഇറാൻ വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി തുടങ്ങിവെച്ച ആക്രമണം അമേരിക്ക ഇപ്പോഴും തുടരുകയാണ്. ഏറെ നാളത്തെ നിശബ്ദതയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചിരിക്കുന്നു, വെടിയൊച്ച ആരംഭിച്ചിരിക്കുന്നു. ലോകം ആശങ്കയിലുമാണ്.